നമസ്കാരം. ആ നിമിഷം ഇന്ത്യക്കെതിരെ യുദ്ധത്തിനിറങ്ങും. കേട്ടാൽ തോന്നും ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയാണ് സംസാരിക്കുന്നതെന്ന്. പറയുന്നത് മറ്റാരുമല്ല, പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ്. ഭാരതം തങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയെടുത്ത കടുത്ത നയതന്ത്ര തീരുമാനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പാക് മന്ത്രി കസേരയിലിരുന്ന് ഇങ്ങനെയൊരു തള്ളൽ നടത്തിയിരിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തെരുവിൽ ദാഹിച്ചു മരിക്കുമ്പോൾ, അവിടുത്തെ കനാലുകളും ബാരേജുകളും വറ്റിവരണ്ട കൃഷിനാശവും പട്ടിണിയും മൂലം രാജ്യം ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുമ്പോൾ, ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഭാരത വിരുദ്ധത എന്ന പഴയ ചീട്ടുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. പ്രമുഖ മാധ്യമമായ ARY ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഖ്വാജ ആസിഫ് ഭാരതത്തിനെതിരെ യുദ്ധകാഹളം മുഴക്കിയത്. എന്നാൽ ഈ ഭീഷണിയുടെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ഭാരതത്തിന്റെ നെഞ്ചൂക്കിന് മുന്നിൽ പാകിസ്ഥാൻ വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് ഉത്തരം തേടി നമ്മൾ ഇറങ്ങുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടുക പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലവിലെ പരമദയനീയമായ അവസ്ഥയാണ്. സാമ്പത്തികമായി പാപ്പരായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കുന്ന ഒരു രാജ്യം ഭാരതത്തെ പോലൊരു വൻശക്തിക്ക് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ അതിനെ വെറും ഒരു കോമാളിത്തരം മാത്രമായി കാണാനേ നമുക്ക് കഴിയൂ. ഖ്വാജ ആസിഫ് നടത്തിയ പ്രസ്താവനയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് വെറും ഒരു സാധാരണ ജലതർക്കമല്ല എന്നാണ്. ദശാബ്ദങ്ങളായി ഭാരതത്തെ ചോരയിൽ മുക്കാൻ നോക്കിയ പാകിസ്ഥാന് നമ്മുടെ രാജ്യം നൽകിയ ഏറ്റവും ശക്തമായ പ്രഹരത്തിന്റെ ആഘാതമാണിത്. നമ്മുടെ ദേശീയ സുരക്ഷയും അതിൻ്റെ ഭാഗമായ ജലസുരക്ഷയും ഭീഷണിയിലാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം നമ്മൾ ഇന്ത്യക്കെതിരെ യുദ്ധത്തിനിറങ്ങും, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന പാക് മന്ത്രി യഥാർത്ഥത്തിൽ സ്വന്തം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നാടകം കളിക്കുകയാണ്. ഭാരതം അതിവേഗം തങ്ങളുടെ ജലപദ്ധതികളുമായി മുന്നോട്ടു പോകുന്നു എന്ന വിവരം പാക് ഭരണകൂടത്തെ അടിമുടി പിടിച്ചുലച്ചിരിക്കുന്നു. ഭാരതം ഒരു തുള്ളി വെള്ളം പോലും തടഞ്ഞില്ല എങ്കിൽ പോലും അവിടുത്തെ കനാലുകൾ വറ്റി വരണ്ടേനെ. അത് അവിടുത്തെ തന്നെ അഴിമതിയും പരാജയവും കൊണ്ടാണെന്ന സത്യം ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാനാണ് ഈ യുദ്ധഭീതി അവർ വിതറുന്നത്. പാകിസ്ഥാന്റെ ഈ കടുത്ത പരാജയത്തിന് കാരണം ഭാരതമല്ല, അവരുടെ തന്നെ ശാസ്ത്രവിരുദ്ധമായ ജലവിനിയോഗവും അഴിമതിയുമാണ്. പ്രകൃതി അവർക്ക് തന്ന കോടിക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കാനോ കൃത്യമായി ഡാമുകൾ നിർമ്മിക്കാനോ ഉള്ള പണം അവർ ഉപയോഗിച്ചത് ഭീകരവാദികളെ പോറ്റാനായിരുന്നു. ഇപ്പോൾ രാജ്യം പ്രതിസന്ധിയിലായപ്പോൾ അതിൻ്റെ കുറ്റം ഭാരതത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ജനരോഷത്തിൽ നിന്ന് തടിയൂരാൻ നോക്കുകയാണ് ഖ്വാജ ആസിഫിനെ പോലെയുള്ള നേതാക്കൾ. ഈ വിഷയത്തിന്റെ ആകെ തുക പരിശോധിക്കണമെങ്കിൽ നമ്മൾ 1960 സെപ്റ്റംബറിലെ നയതന്ത്ര ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കണം. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പാക് പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഔദാര്യമായിരുന്നു. ഭാരതം ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിലെ 80% വെള്ളം അയൽ രാജ്യത്തിലേക്ക് വിട്ടു നൽകാൻ തയ്യാറായത് ഭാരതത്തിന്റെ വലിയ മനസ്സുകൊണ്ടായിരുന്നു. കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവ ഭാരതത്തിനും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചലം, ചെനാബ് എന്നിവ പാകിസ്ഥാന് നൽകി. എന്നാൽ ഈ ഔദാര്യം കൈപ്പറ്റിയ പാകിസ്ഥാൻ ഭാരതത്തിന് തിരിച്ചു നൽകിയത് എന്തായിരുന്നു? ഭാരത മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കാൻ ഭീകരവാദികളെ വളർത്തുകയും അവരെ അതിർത്തി കടത്തി വിടുകയുമാണ് അവർ ചെയ്തത്. വർഷങ്ങളോളം ഭാരതം ഈ അനീതി സഹിച്ചു, സമാധാനത്തിന്റെ ഭാഷയിൽ കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ ഭാരതത്തിന്റെ ഈ സമാധാന കാംക്ഷയെ പാകിസ്ഥാൻ തങ്ങളുടെ ബലഹീനതയായി തെറ്റിദ്ധരിക്കുകയായിരുന്നു ഉണ്ടായത്. മുംബൈ ആക്രമണം, പാർലമെന്റ് ആക്രമണം, ഉറി, പുൽവാമ തുടങ്ങിയ ദുരന്ത പരമ്പരകളിലൂടെ ഭാരതീയരുടെ ക്ഷമ അവർ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 2025 ഏപ്രിൽ പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ 26 നിരപരാധികളായ ഭാരതീയ പൗരന്മാർ കൊല്ലപ്പെട്ടതോടെ ഭാരതത്തിന്റെ നയം പൂർണ്ണമായും അങ്ങ് മാറി. ചോരയും വെള്ളവും ഒന്നിച്ചൊഴുകുന്നില്ല എന്ന കർശനമായ നിലപാടിലേക്ക് ഭാരത സർക്കാർ എത്തിച്ചേർന്നു. ഭീകരവാദത്തെ ഔദ്യോഗികമായി പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ ഇനി മുതൽ ഒരിറ്റു വെള്ളം പോലും വെറുതെ നൽകില്ല എന്ന് പ്രഖ്യാപിച്ചു സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഭാരതം തീരുമാനിച്ചതോടെയാണ് പാകിസ്ഥാന്റെ യഥാർത്ഥ നെഞ്ചിടിപ്പ് തുടങ്ങിയത്. ഭാരതത്തിന്റെ ഈ ഒരൊറ്റ കടുംവെട്ടിൽ പാകിസ്ഥാന്റെ കാർഷിക മേഖലയും സാമ്പത്തിക അടിത്തറയും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണിന്ന് നമ്മൾ കാണുന്നത്. പാകിസ്ഥാന്റെ നിലവിലെ ജലപ്രതിസന്ധിയുടെ യഥാർത്ഥ കണക്കുകൾ പരിശോധിച്ചാൽ ആ രാജ്യം നേരിടുന്ന ശാപം എന്താണെന്ന് വ്യക്തമാകും. സിന്ധു, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലായി ജനസംഖ്യയുടെ 1/3 ഭാഗവും കുടിക്കാൻ വെള്ളമില്ലാതെ വലയുകയാണ്. സിന്ധു ജലസേചന വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നോർത്ത് വെസ്റ്റ് കനാലിൽ 64.1%, റൈസ് കനാലിൽ 38%, ധാഡു കനാലിൽ 82% ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. അവിടെ കൃഷിയുടെ ജീവനാഡിയായ സുക്കൂർ ബാരേജിലെ ജലനിരപ്പ് കുത്തനെ താണതോടെ പാകിസ്ഥാനിലെ പ്രവിശ്യകൾ തമ്മിൽ ആഭ്യന്തര തല്ല് ആരംഭിച്ചിരിക്കുകയാണ്. പഞ്ചാബ് പ്രവിശ്യ തങ്ങളുടെ വെള്ളം മോഷ്ടിക്കുന്നുവെന്ന് സിന്ധു പ്രവിശ്യക്കാർ പരസ്യമായി ആരോപിക്കുമ്പോൾ ഈ തർക്കം തീർക്കാൻ പോലും അവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല. എന്നാൽ പഴയ ഭാരതമല്ല ഇതെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കണം. ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ യാതൊരു തരത്തിലുള്ള നയതന്ത്ര ചർച്ചകൾക്കോ ജലസഹായങ്ങൾക്കോ ഭാരതം തയ്യാറല്ല എന്ന ഉറച്ച സന്ദേശമാണിന്ന് ഭാരത സർക്കാർ നൽകുന്നത്.
തോക്കിൻ മുന്നിൽ നിർത്തി ഭാരതത്തെ ഭയപ്പെടുത്താമെന്ന് കരുതുന്ന പാക് ഭരണകൂടത്തിന്റെ പൊള്ളയായ യുദ്ധഭീഷണിയെ അന്താരാഷ്ട്ര സമൂഹം പോലും ഇന്ന് അർഹിക്കുന്ന പുച്ഛത്തോടെയാണ് തള്ളിക്കളയുന്നത്. പാകിസ്ഥാൻ തങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് സ്വയം നാശത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഭാരതം തങ്ങളുടെ ദേശീയ സുരക്ഷ മുൻനിർത്തി ലോകത്തിന് മുന്നിൽ തലയുയർത്തി തന്നെ നിൽക്കും. ഭാരതത്തിന്റെ ഈ കർശനമായ നിലപാട് പാകിസ്ഥാന്റെ സൈനിക മേധാവികളെയും ഭരണാധികാരികളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം വെള്ളം എന്നത് കേവലം ഒരു തർക്ക വിഷയമല്ല, ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണെന്ന് അവർക്കറിയാം. പക്ഷേ അവർ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. ഭാരതത്തിന്റെ അതിർത്തിക്കുള്ളിൽ നുഴഞ്ഞു കയറി നമ്മുടെ സൈനികരെയും സാധാരണക്കാരെയും കൊല്ലാൻ ഭീകരർക്ക് വഴിമരുന്നിടുമ്പോൾ അവർ സ്വന്തം രാജ്യത്തിന്റെ നാശത്തിനാണ് വിത്തുപാകുന്നത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭാരതം കൈക്കൊണ്ട നയതന്ത്ര നീക്കങ്ങൾ പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രം തങ്ങളല്ലെന്ന് സ്ഥാപിക്കാൻ അവർ നടത്തുന്ന എല്ലാ നാടകങ്ങളും ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പൊളിഞ്ഞു വീഴുകയാണ്. ഖ്വാജ ആസിഫ് ARY ന്യൂസിലിരുന്ന് യുദ്ധത്തെക്കുറിച്ച് വാചാലനാകുമ്പോൾ അത് കേൾക്കുന്ന പാക് ജനത തന്നെ ചോദിക്കുന്നത് യുദ്ധം ചെയ്യാൻ നമുക്ക് കയ്യിൽ പണമുണ്ടോ, നമ്മുടെ സൈന്യത്തിന് കൊടുക്കാൻ ആഹാരമുണ്ടോ എന്നാണ്. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ ഇന്ന് ദയനീയമാണ്. ഒരു വശത്ത് കടുത്ത നാണയപ്പെരുപ്പവും ഭക്ഷ്യക്ഷാമവും, മറുവശത്ത് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയും. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി സർക്കാരിനെതിരെ കലാപം കൂട്ടുന്നത് സ്വാഭാവികമാണ്. ഈ ജനരോഷം തങ്ങൾക്ക് നേരെ തിരിയാതിരിക്കാൻ പാക് ഭരണകൂടം എക്കാലത്തും പ്രയോഗിക്കുന്ന ഒരേ ഒരു ആയുധമാണ് കാശ്മീർ പ്രശ്നവും ഭാരത വിരുദ്ധതയും. ഇത്തവണ അതിലേക്ക് അവർ ജലക്ഷാമത്തെ കൂടി കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. ഭാരതം തങ്ങളുടെ അണക്കെട്ടുകൾ അടച്ചുപൂട്ടി പാകിസ്ഥാനെ കൊലയ്ക്ക് കൊടുക്കുന്നു എന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങളാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ വഴി ഇവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ലെന്നും തങ്ങളുടെ ഭരണാധികാരികളുടെ പരാജയമാണ് ഇതിനെല്ലാം കാരണമെന്നും തിരിച്ചറിയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളും ഇന്ന് പാകിസ്ഥാനിലുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പൗരന്മാരുടെ ജീവനാണ് ഏറ്റവും പ്രധാനം. പാക് മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന ലഷ്കർ-e-തയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളെ പാകിസ്ഥാൻ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതുവരെ അവരുമായി യാതൊരു തരത്തിലുള്ള ഔദാര്യവും കാണിക്കേണ്ടതില്ല എന്ന ശക്തമായ നയമാണ് ഇന്ന് ഭാരതത്തിനുള്ളത്. സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾ പരിശോധിക്കാനും ഭാരതത്തിന് നിയമപരമായ അവകാശമുണ്ട്. ഭാരതത്തിന്റെ ഈ നയതന്ത്രപരമായ കരുത്തിന് മുന്നിൽ പാകിസ്ഥാന് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള പൊള്ളയായ ഭീഷണികൾ മുഴക്കുക മാത്രമാണ്. പട്ടിണി കിടക്കുന്നവൻ യുദ്ധത്തിന് വിളിച്ചാൽ അത് കേട്ട് ഭയപ്പെടാൻ ഭാരതം തയ്യാറല്ല. അതുകൊണ്ട് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഈ വാക്കുകൾ കേട്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. ഇത് സ്വന്തം കസേര ഇളകിയപ്പോൾ ഒരു ഭരണാധികാരി നടത്തുന്ന വെറുമൊരു ആത്മരക്ഷാർത്ഥമുള്ള വിലപിക്കൽ മാത്രമാണ്. യുദ്ധം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയോ സൈനിക ശേഷിയോ ഇന്നത്തെ പാകിസ്ഥാനില്ല. ഭാരതം തങ്ങളുടെ വികസന കുതിപ്പും സുരക്ഷാ നയങ്ങളുമായി ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ സ്വന്തം വിഡ്ഢിത്തങ്ങൾ കൊണ്ട് മുഖം മറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യമെടുത്ത ഈ ശക്തമായ നിലപാട് വരും ദിവസങ്ങളിൽ അതിർത്തികളിലെ സ്ഥിതിഗതികൾ കൂടുതൽ ഭദ്രമാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.